നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം കർമ്മനെ കുറിച്ചാണ്. ഈ കർമ്മ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അത് സ്പിരിച്വൽ ആയിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഈ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്താണ്? ആഹ് ദൈവവിശ്വാസിയാണ്. അത് ആക്ച്വലി ടോട്ടലി ബ്ലണ്ടറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കർമ്മ വേറെയാണ്, സ്പിരിച്വലും വേറെയാണ്, വിശ്വാസം അല്ലാത്ത അതൊക്കെ വേറെയാണ് ആക്ച്വലി. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദൈവവിശ്വാസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഞാൻ ഒരു വിശ്വാസിയാണ്. ഇവൻ നിങ്ങൾ ന്യൂട്ടൺസ് ലോ എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിൽ പറയുന്നത് കേൾക്കാം, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും, അല്ലേ? എന്തൊരു ആക്ഷൻ ചെയ്താലും അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതാണ് ആക്ച്വലി കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ദൈവവിശ്വാസി ആൾക്കാർ, വിശ്വാസമുള്ള ആൾക്കാർ പറയുന്ന കാര്യം എന്താ? നമ്മളെങ്ങനെ ഉണ്ടായി? ദൈവം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് എർത്ത് ഉണ്ടായി, എർത്തിൽ നിന്ന് മനുഷ്യരുണ്ടായി. അപ്പോൾ ഏതോ ഒരു പവർ ഉണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ഈ എർത്ത് എവിടെ നിന്നുണ്ടായി? ഒരു ബിഗ് ബാങ് തിയറി. ആ ബിഗ് ബാങ് തിയറി തന്നെ ഏറ്റവും ലൈക്ക് അവിടെ നിന്നാണ് തുടങ്ങിയെന്ന് പറയും. യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ഔട്ട് ഒരു സംഭവത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തമ്മിലുള്ള ഒരു റിയാക്ഷൻ കാരണം ഒരു ബിഗ് ബാങ് തിയറി ഉണ്ടായി. ആ ബിഗ് ബാങ് നിന്ന് കുറേ കോമറ്റ്സ് ഉണ്ടായി. ആ കോമറ്റ്സ് നിന്ന് ഒരുപാട് എന്താ പറയുക, ഒരു എൻവറോൺമെന്റ് സർക്കിളിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ഓക്സിജനും മനുഷ്യന് ഇല്ലെങ്കിൽ ഒരു ജീവൻ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഒരു കോമറ്റ് പ്ലാനറ്റായിട്ട് മാറി. അങ്ങനെയാണ് എർത്ത് ഉണ്ടായി. എർത്ത്, മെർക്കുറി, വീനസ്, ഇങ്ങനെ ഒരുപാട് പ്ലാനറ്റ് ഉണ്ടായി. അതിൽ ലിവിങ് ഓർഗാനിസം വരാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായതാണ് ഈ എർത്ത്. ആ എർത്തിൽ നിന്നാണ് ഒരു ബാക്ടീരിയ എന്ന ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ട് മനുഷ്യരുണ്ടായി. ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഈ പോസിറ്റീവ് നെഗറ്റീവ്സിലുള്ള ആ റിയാക്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്നിട്ടാണ് ഈ തുടങ്ങുന്നത് ഈ കർമ്മ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ദൈവം ഉണ്ടോ എന്ന് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അതിനൊരു ആൻസർ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ഒരു റിയാക്ഷൻ, ആറ്റം തമ്മിലുള്ള ഒരു റിയാക്ഷൻ എവിടെ നിന്നുണ്ടായി, എങ്ങനെ അത് ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ന്യൂട്ടൺസ് ലോ അല്ലെ, എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ബിഗ് ബാങ് തിയറി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് കോമറ്റ് ഉണ്ടായി. കോമറ്റ് ഇന്ന ഒരു സ്ഥലത്ത് എത്തിയോണ്ട് അവിടെ ഒരു എൻവറോൺമെന്റ് ക്രിയേറ്റ് ആയതുകൊണ്ട് എർത്ത് എന്ന് പറഞ്ഞ ഒരു ലിവിങ് പ്ലാനറ്റ് ആയിട്ട് നമ്മൾ മാറി. ഒരു ആക്ഷൻ ഉണ്ടായതുകൊണ്ട് ആ റിയാക്ഷൻ ആണ്. ആ ലിവിങ് പ്ലാനറ്റിൽ ഒരു ബാക്ടീരിയ ജീവിച്ചു തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ ബാക്ടീരിയ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കി തുടങ്ങി. ഓരോ ബാക്ടീരിയയും സെയിം ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായി. അപ്പോൾ ഈ സർവൈവൽ അതിൻ്റെ പോപ്പുലേഷൻ കൂട്ടാൻ അതിന് പറ്റുന്നില്ല. കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒരേ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടായി. അപ്പോൾ ഡിഫറെൻറ്റ് സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡ്യൂപ്ലിക്കേഷൻ മാറി നമ്മൾ എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജീനുമായിട്ട് അത് ഇൻറ്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് DNA ഉള്ള ബാക്ടീരിയാസ് ഉണ്ടായി തുടങ്ങി. അങ്ങനെ റിയാക്ഷൻ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ഫിഷിന് തവളയായി. ഫിഷ് എന്ന് പറയുമ്പം കടൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു സാധനം. ആ ഫിഷിൽ നിന്ന് കരയ്ക്ക് കയറാൻ ശ്രമിച്ച ഒരു ജീവി അവിടെ നിന്ന് തവളയായി. തവളയിൽ നിന്ന് പിന്നെ നമ്മൾ ലാൻഡിൽ ജീവിക്കാൻ കുറച്ചും കൂടെ സർവൈവ് ചെയ്യാൻ നോക്കി. അങ്ങനെ ഓരോ പാർട്ടായിട്ട് അങ്ങനെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് മനുഷ്യർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഈ മനുഷ്യൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യനും മൃഗവും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ നമുക്ക് റിസർച്ചിങ് കപ്പാബിലിറ്റി ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ ബോധം ഉണ്ടെന്ന് പറയാം, അല്ലേ? ഇതെല്ലാം ഓരോ റിയാക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ആക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഓരോ എവല്യൂഷൻ്റെ ആ ഒരു ക്രിയേഷൻ സ്റ്റാർട്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കർമ്മയിൽ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന വെച്ചോ, നമ്മൾ വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്ഷൻ ഒരു റിയാക്ഷൻ എന്നുണ്ട്. എല്ലാവരും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. അത് അങ്ങനല്ല. നല്ലത് ചെയ്താൽ ചിലപ്പോൾ നല്ലതും ആവാം, ചീത്തയാവും. ചീത്ത ചെയ്താൽ ചിലപ്പോൾ നല്ലതും ആവാം, ചീത്തയാവും. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എവറി ആക്ഷൻ ദർ വിൽ ബി എൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഇതാണ് കർമ്മ. ഓക്കെ, നമ്മൾ പണ്ടത്തെ സിദ്ധന്മാർ
പണ്ടത്തെ ഒന്നല്ല, ഇപ്പോഴും സിദ്ധന്മാരുണ്ട്. ഒരുപാട് സിദ്ധേഴ്സ് ഉണ്ട്. തമിഴ്നാട്ടിലാണ് ഒരുപാട് സിദ്ധന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അവരൊക്കെ എന്താ വെച്ചാൽ ഈ കർമ്മ എന്ന് ഒഴിവാകാൻ വേണ്ടി അവർ കാട്ടിലോ എവിടെയെങ്കിലും പോയി ജീവിക്കും. കാരണം ഒരു ആക്ഷൻ ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഒരു ആക്ഷനും ചെയ്യാതെ നമ്മൾ ഐഡിയലായിട്ട് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കർമ്മയും കിട്ടത്തില്ല. സോ ഇതാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് സിദ്ധന്മാർ. ഓക്കെ. സോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഒന്നും ചിന്തിക്കാതിരിക്കുക എന്ന് പറയും, അല്ലേ? ഒരിക്കലും ഒരു മനുഷ്യന് ഒരു കാര്യം ചിന്തിക്കാതെ സീറോ ആയിട്ട് ബ്രെയിൻ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒന്നും ചിന്തിക്കാതെ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മരിച്ചു പോകും. കാരണം ബ്രെയിൻ ഡെഡ് ആവും. ബ്രെയിൻ എന്നൊരു സംഭവം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അതിങ്ങനെ റണ്ണായിക്കൊണ്ടേയിരിക്കും. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു കാര്യമെങ്കിലും നമ്മൾ ചിന്തിക്കും. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം ഒരു ചിന്തയും വരാൻ പാടില്ല എന്നാണ് ഈ യോഗ ഇൻസ്ട്രക്ടേഴ്സും മെഡിറ്റേഷൻ്റെ ക്ലാസ് നടത്തുന്ന ഒരുപാട് ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യം. അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറണം. അപ്പോൾ സ്ട്രെസ്സ് മാറണമെങ്കിൽ ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറയും. സോ ഈ മെഡിറ്റേഷൻ ക്ലാസ്സിലൊക്കെ പറയുന്നത് ഒരു ചിന്തയും ഇല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റില്ല. കാരണം ഒരു ചിന്തയും ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വരെ ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മിനിമം ഒരു തോട്ടെങ്കിലും മനുഷ്യന് ഉണ്ടായാൽ മാത്രമേ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം വർക്ക്ഔട്ട് ആവും. സോ സ്ട്രെസ് റിലീഫ് ആവും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ കർമ്മ എങ്ങനെ വർക്ക് ആവുമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. സോ ആ റിസൾട്ട് കിട്ടുന്ന അനുസരിച്ചായിരിക്കും നമ്മളുടെ ആക്ഷൻ. ഓക്കെ. സോ ഈ ആക്ഷൻ എന്താന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. സോ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്താവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോകും. അതുകൊണ്ടാണ് നമുക്ക് ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സമാധാനം കിട്ടുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വിചാരിച്ചാൽ മതി, ഏതെങ്കിലും ഫീൽഡിലുള്ള ആൾക്കാർ അവരുടെ ഫീൽഡിലുള്ള ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പോൾ അവർക്ക് വേറെ സ്ട്രെസ്സൊന്നും ഉണ്ടാകത്തില്ല. സോ അങ്ങനെ നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. സോ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ധ്യാനം എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണടച്ച് ഇങ്ങനെ കുത്തിയിരുന്നാൽ മാത്രമല്ല നമുക്ക് സ്ട്രെസ് റിലീഫ് ആവുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒറ്റ ചിന്തയിൽ കോൺസെൻട്രേറ്റ് ഇരുന്നാൽ പോലും നമുക്ക് അതിൽ നിന്ന് റിലീവ് ആകാൻ പറ്റും. സോ കർമ്മയിലോട്ട് വരുവാണെങ്കിൽ, സോ കർമ്മയിൽ നിങ്ങൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. ഇൻ ദ സെൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ മതി തൽക്കാലത്തേക്ക്. അതായത് കാരണം നമ്മൾ മനുഷ്യർ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി, നമ്മുടെ കൊച്ച്, കരിയർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. സോ അതിൽ മാത്രം ഒറ്റ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. വേറെ ഏതിലെങ്കിലും നമ്മളുടെ ഫോക്കസ് പോയി കഴിഞ്ഞാൽ അതിന് പ്രശ്നമാവും. ഇപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ ഒരാളുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെക്കുറിച്ച് ഇനി ഒരാളുടെ അടുത്ത് നമ്മൾ പറയുന്നുണ്ടെന്ന് വെച്ചോ, അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. കാരണം എന്ത് ആക്ഷൻ നമ്മൾ ചെയ്താലും, ഈവൻ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നോക്കിയാൽ പോലും അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ഇപ്പോൾ ഒരു റോഡിൽ ഒരു ആക്സിഡൻ്റ് ആയെന്ന് വെച്ചോ, ആ ആക്സിഡൻ്റ് അത് നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു ആക്ഷനാണ്. നമ്മൾ ആ ഒരു ആക്സിഡൻറ്റ് കാണുന്നത് ഒരു ആക്ഷനാണ്. അത് കാണുന്നതിൻ്റെ റിയാക്ഷൻ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടാവും. കാരണം മേ ബി പറയാൻ പറ്റില്ല, ആ ഒരു ആക്സിഡൻറ്റ് നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ ഇനിയൊരു സാഹചര്യത്തിൽ പോകുമ്പോഴത്തേക്ക് നമുക്കും ചിലപ്പോൾ അതേപോലെ ഒരു ആക്സിഡൻറ്റ് ആവാം. അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ആക്സിഡൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ എല്ലാ കാര്യത്തിലും ഒരു റിസൾട്ട് ഉണ്ടാവും. ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം, ഈ കർമ്മയിൽ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും ഇതിൽ പ്രോബബിലിറ്റി എന്നൊരു സംഭവമുണ്ട്. നമ്മൾ മാക്സിമം നല്ല കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് വരാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കർമ്മയിൽ ഏറ്റവും എഫക്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെക്കുറിച്ച് ഇനിയൊരാളുടെ അടുത്ത് തെറ്റായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പറയുമ്പം, നമ്മൾ ഒരാളെക്കുറിച്ച് തെറ്റായിട്ട് പറയുമ്പോൾ ആ ഒരു ഞൊണമെന്ന് പറയും മലയാളത്തിലല്ലേ, അത് പറയുമ്പോൾ അത് നമ്മളെക്കുറിച്ച് ഒരാൾ ഇതേപോലെ പറയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ പറയും. സോ അത് മനസ്സിലാക്കുക. സോ കർമ്മയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക, മിണ്ടാതിരിക്കുക മാക്സിമം.
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ലൈവ്ലി ആയിട്ട് ചെയ്യുക. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമോ, ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കി നമ്മൾ ചെയ്യുക. സോ ഈ കർമ്മയിൽ ഞാൻ നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പാസ്റ്റ് ഫുള്ളൊന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാവും നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദൈവവിശ്വാസി ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും ഈ ഒരു എക്സാമ്പിൾ സ്യൂട്ടാവും. അതായത് ഒരു ദൈവം ഒരാൾക്ക് ഫുഡ്, ഒരാൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫുഡൊന്നും കിട്ടാതെ ഇരിക്കുക. അപ്പോൾ അയാൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ അയാൾക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ റെഡി ആയിരിക്കുക. ഓക്കെ, അയാൾ പാവം ഒരുപാട് നേരം ചോദിച്ചുകൊണ്ടിരിക്കുക, അയാൾക്ക് ബിരിയാണി കൊടുക്കാം. ആ സമയത്ത് അയാളുടെ കൂടെ ഇരിക്കുന്ന അയാളില്ലെങ്കിൽ ആ പിച്ചക്കാരൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരാൾ, വഴി പോകുന്ന ഒരാൾ വന്നിട്ട് പാവം വിശന്നിരിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് ചോറ് കൊടുക്കാന്ന് വെച്ചോ, എന്തെങ്കിലും ഊണ് കൊടുക്കുക. അപ്പോൾ ഈ കൊടുത്ത ആൾക്ക്, അപ്പോൾ ദൈവം ബിരിയാണി കൊടുക്കാൻ വെച്ചിരുന്ന ആൾക്ക് ഇവൻ ചോറ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? ദൈവം ഇയാൾക്ക് ബിരിയാണി കൊടുക്കും, കൊടുത്ത ആൾക്ക്. മനസ്സിലായോ? സോ നമ്മൾ നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇരട്ടിയായിട്ട് ഈ കർമ്മ നമുക്ക് നല്ല കാര്യം കിട്ടും. ചീത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇരട്ടിയായിട്ട് ചീത്ത കാര്യങ്ങൾ കിട്ടും. സോ ഈ കർമ്മയിൽ ആക്ച്വലി നിങ്ങൾ വിശ്വസിക്കണം. ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ലോകം തന്നെ ഉണ്ടായത് കർമ്മ വഴിയാണ്. ഈ കർമ്മയാണ് ലോകത്തിനെ റൺ ചെയ്യുന്നത് പോലും. എല്ലാ കാര്യങ്ങളും കർമ്മമാണ്. എന്ത് ആക്ഷൻ വന്നാലും അതിൻ്റെ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും, നടക്കും. ഓക്കെ, ഇതെപ്പോഴും മനസ്സിലാക്കുക. ഇതാണ് കർമ്മയുടെ ബേസിക് റൂൾ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.